വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നാളെ എല്ലാവരും എക്സാമിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഇന്ന് നമുക്ക് ഇൻ്റഗ്രേഷനും കൂടെ ഒന്ന് നോക്കാം. ഇന്ന് ഞാൻ ഇൻ്റഗ്രേഷൻ ഒരു ഫോർമുല പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അത് സിമിലർ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു 4-5 ക്വസ്റ്റ്യൻ എഴുതിയിടാം. അങ്ങനെ ബാക്കി എല്ലാം ഒരു ഇതും കവർ ചെയ്യുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും കാണാൻ നിങ്ങൾ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ നോക്കുക. പിന്നെ ഇതുവരെ എല്ലാവരും എന്നോട് സഹകരിച്ചു വളരെ കുട്ടികളെല്ലാം പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത എല്ലാ കുട്ടികളോടും താങ്ക്സ്. എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. നമുക്കിന്ന് ഇൻ്റഗ്രേഷൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഫസ്റ്റ് പ്രോപ്പർട്ടി -a to a f of x dx is equal to 0 if f of x is odd. fx is odd എന്ന് പറഞ്ഞാൽ എന്താ? f of -x is equal to -fx. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് 2 ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 -1/2 to 1/2 -a to a അങ്ങനെ വരുന്ന കേസിലാണ് നമ്മളിതുപോലെ ഓടാണ് ചെക്ക് ചെയ്യുന്നത്. sin squared x into log 1 plus x by 1 minus x dx. K log 2 find k. ഇവിടെ സൈൻ സ്ക്വയർ എക്സ് അത് ഈവൻ ഫങ്ഷനാണ്. ഇത് നമുക്ക് ഓഡാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. എഫ് ഓഫ് എക്സ് ലോഗ് 1 plus x by 1 minus x. എഫ് ഓഫ് മൈനസ് എക്സ് എന്താ? ലോഗ് 1 minus x by 1 plus x. ലോഗിന് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ലോഗ് 1/x എന്നാണ്. ഇവിടെ നമ്മൾ മൈനസ് എഴുതുമ്പം ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതാം. ഇതെന്തായി? -fx ആയി അല്ലേ? ഇതിൻ്റെ ഫങ്ഷൻ്റെ കേസിൽ ഓഡ് ഈവൻ ഇൻറ്റു ഓഡ് ഫങ്ഷൻ എപ്പോഴും എന്താണ്? ഓഡാണ്. ഓഡ് വരുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? 0. k എന്ത് വരും? log 2 into 0 0. സോ ആൻസർ ഈസ് 0. സോ k ഈസ് ഈക്വൽ ടു 0. ഇത് ഓഡ് ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ എന്ത് വരും? 0. k log 2 ഈസ് ഈക്വൽ ടു 0. സോ k ഈസ് ഈക്വൽ ടു 0. സിമിലർ ക്വസ്റ്റ്യൻസ്. സമയമില്ല, അതുകൊണ്ട് അതേപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. -1 to 1 x raised to 17 into cos raised to 6x. ഓക്കെ, -x raised to ഓഡ് എന്താ? മൈനസ്. അപ്പോൾ ഇത് ഓഡ് വരും. കോസ് അല്ലെങ്കിൽ തന്നെ ഈവനാണ്. കോസ് റൈസ് ടു 5 വന്നാലും കോസ് റൈസ് ടു 6 വന്നാലും അത് ഈവനാണ്. ഓഡ് ഇൻറ്റു ഈവൻ എന്താ? ഓഡ്. സോ ആൻസർ ഈസ് 0. -π/2 to π/2 സൈൻ റൈസ് ടു 5. സൈൻ ഓഡാണ്. ഓഡ് റൈസ് ടു 5 അത് വരും ഓഡ്. അത് എന്താ? 0. -π/2 to π/2 x³ plus x cos x dx. x³ ഓഡാണ്, എക്സ് ഓഡാണ്, കോസ് ഈവനാണ്. പക്ഷെ ഓഡ് ഇൻറ്റു ഈവൻ എന്താ? ഓഡ്. ആൻസർ 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഫോർമുല 0 to a. നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻ നോക്കാം. 0 to a f of a minus x dx. ഇവിടെ ലോവർ ലിമിറ്റ് എന്തായിരിക്കണം? 0. അപ്പർ ലിമിറ്റ് -x. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 0 to π/2 2 raised to sin x by 2 raised to sin x plus 2 raised to cos x dx. അപ്പോൾ നമുക്കിതിൽ നമുക്ക് ആദ്യം ഇതിന് i എന്ന് കൊടുക്കാം. 2 raised to sin x plus
2 raised to cos x dx. ഇക്വേഷൻ 1. ഞാൻ ഒത്തിരി സ്റ്റെപ്പ് എഴുതുന്നില്ല. അടുത്ത സ്റ്റെപ്പിൽ നോക്കുക. എഫ് ഓഫ് എ മൈനസ് എക്സ്. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ? π/2. സൈൻ 90 മൈനസ് എക്സ് എന്താവും? കോസ് എക്സ്. സൈൻ 90 മൈനസ് എക്സ് കോസ് എക്സ്. കോസ് 90 മൈനസ് എക്സ് സൈൻ എക്സ്. ഇക്വേഷൻ നമ്പർ 2. ആഡിങ് 1 and 2. ദിസ് ഈസ് ഓൾസോ ഐ. ഇത് ഐ ആണ് പ്രോപ്പർട്ടി അനുസരിച്ച്. ഐ പ്ലസ് ഐ ദറ്റ് ഈസ് 2i. സെയിം ലിമിറ്റ്, സെയിം ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ 2 raised sin x പ്ലസ് 2 raised cos x ബൈ 2 raised cos x പ്ലസ് 2 കട്ട് ചെയ്യുമ്പോൾ 1. 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? എക്സ്. വിതിൻ ദ ലിമിറ്റ് 0 to π/2. ദാറ്റ് ഈസ് π/2. ഇത് 2i ആണ്. സോ ഐ ഈസ് ഈക്വൽ ടു π/4. ഇവിടെ ഇങ്ങനെ വരുന്നതിൻ്റെ എല്ലാ ആൻസർ എന്തായിരിക്കും? π/4. അങ്ങനെ π/4 വരുന്ന സിമിലർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് എഴുതാം. സീറോ ടു π/2 റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് സൈൻ എക്സ് റൂട്ട് കോസ് എക്സ് ഡി എക്സ്. കോസ് 90 മൈനസ് എക്സ് സൈൻ എക്സ്. സൈൻ 90 മൈനസ് എക്സ് കോസ് എക്സ്. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? π/4. സീറോ ടു π/2 റൂട്ട് ടാൻ എക്സ്. അല്ലെ ടാൻ റേസ്റ്റ് 5 അങ്ങനെയൊക്കെ വരാം. റൂട്ട് തന്നെ വേണമെന്ന് വേറെ നമുക്ക് സിമിലർലി ടാൻ റേസ്റ്റ് 5 കോട്ട് റേസ്റ്റ് 5 ടാൻ റേസ്റ്റ് 5. ഇതും എന്തായിരിക്കും? π/4. ടാൻ 90 മൈനസ് എക്സ് എന്താ? കോട്ട്. ഇത് കോട്ട് റേസ്റ്റ് 5 ആകും. ടാൻ റേസ്റ്റ് 5 കോട്ട് റേസ്റ്റ് ആഡ് ചെയ്യും 1. ഇതേപോലെ വരും. ഇനി അടുത്തത് സീറോ ടു എ റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് പ്ലസ് എ മൈനസ് എക്സ് ഡി എക്സ്. അതെന്തായിരിക്കും? a/2. ഇവിടെ π/2 ആയപ്പോൾ π/2/2 എ ആകുമ്പോൾ a/2. സീറോ ടു 10 എക്സ് റേസ് ടു 10 ബൈ എക്സ് റേസ് ടു 10 പ്ലസ് 10 മൈനസ് എക്സ് റേസ് ടു 10. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 10 ഡിവൈഡഡ് ബൈ 2 5. സീറോ ടു π/2 1/1 പ്ലസ് കോട്ട് റേസ്റ്റ് 4 എക്സ് ഡി എക്സ്. കോട്ട് റേസ്റ്റ് 4നെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് റേസ്റ്റ് 4 ബൈ സൈൻ റേസ്റ്റ് 4. ഇവിടെ എൽ സി എം എടുക്കുമ്പോൾ സൈൻ റേസ്റ്റ് 4 പ്ലസ് കോസ് റേസ്റ്റ് 4 ബൈ സൈൻ റേസ്റ്റ് 4 ആകും. അത് ന്യൂമറേറ്ററിൽ പോകും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താകും? നമ്മൾ ആദ്യം എഴുതിയതുപോലെ തന്നെ ഒരു π/4. ഈ കോട്ടിൻ്റെ സ്ഥാനത്ത് ടാൻ വന്നാൽ ഇതുപോലെ തന്നെയാണ്. നെക്സ്റ്റ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഇവിടെ എഫ് എക്സ് ആയിരിക്കണം, അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഉണ്ടായിരിക്കണം. ഇവിടെ ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് സി. ഇതാണ് ഫോർമുല. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. ഇ റേസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഇൻറ്റു 1 സീക്ക് എക്സ് ടാൻ എക്സ്. ഇവിടെ ഇത് എഫ് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ഇത്? സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സീക്ക് എക്സ് ടാൻ എക്സ്. ആൻസർ എന്ത് വരും? ഇവിടെ എഫ് എക്സ് സീക്ക് എക്സ്, ഇത് എഫ് ഡാഷ് എക്സ് ആയതുകൊണ്ട് ആൻസർ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് സി. ഹിയർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു സീക്ക് എക്സ്. സിമിലർ ക്വസ്റ്റ്യൻ.
ഇൻ്റഗ്രൽ e റൈസ് ടു എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് ഇൻറ്റു 1 മൈനസ് കോട്ട് എക്സ്. ഇവിടെ കൊസീക്ക് എക്സ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് വരും കൊസീക്ക് എക്സ് പ്ലസ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് ഡി എക്സ്. കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്. സെയിം ഇതാണ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സിന് നമ്മൾ ഡിനോമിനേറ്ററായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. 1 പ്ലസ് എക്സ് മൈനസ് 1. 1 പ്ലസ് എക്സ് മൈനസ് 1 എന്താ? എക്സ്. സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. ദിസ് ബൈ ദിസ്. 1 ബൈ 1 പ്ലസ് എക്സ് this is fx, this is f dash x അല്ലേ. d by dx of 1 by x എന്താ? മൈനസ് 1 by x സ്ക്വയർ. അപ്പോൾ ആൻസർ എന്ത് വരും? e റൈസ് ടു എക്സ് ഇൻറ്റു 1 by 1 പ്ലസ് എക്സ് അല്ലെങ്കിൽ e റൈസ് ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് പ്ലസ് സി. നമുക്ക് ഡിനോമിനേറ്റർ പോളിനോമിയൽ ആ ഒരു ഫോം ഒന്ന് എങ്ങനെ നോക്കാം. integral -1 to 0 1 by x square plus 2x plus 2. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. നമ്മൾ ഹാഫ് ഇൻറ്റു 2 എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുക്കുക. എത്ര കിട്ടും? 1. 1ൻ്റെ സ്ക്വയർ ആദ്യം ഇവിടെ പ്ലസ് എഴുതുക, പിന്നെ ഈ നമ്പർ എഴുതാം, പിന്നെ മൈനസ്. ഈ 1 മൈനസ് 1 നമുക്ക് ക്യാൻസലാക്കാം. ഇത്രയും ടേം എന്താകും? ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എന്താ? എക്സ്. നമ്മളിതിനെ ഹാഫ് കൊണ്ട് ഇൻറ്റു ചെയ്ത് കിട്ടുന്ന നമ്പർ ഏതാ? 1. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് പ്ലസ് ആണ്, പ്ലസ്. ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിന് എഴുതാം. വൺ ബൈ പ്ലസ് 2 മൈനസ് 1 പ്ലസ് 1 1 പ്ലസ് എക്സ് മൈനസ് 1 ദ ഹോൾ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. 1 by 1 plus x സ്ക്വയർ ഫോമായി അല്ലേ? ടാൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ? എക്സ് പ്ലസ് 1 മൈനസ് 1 to 0. ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. 0 + 1 1 ടാൻ ഇൻവേഴ്സ് 1 എത്ര? π/4 മൈനസ് -1 + 1 0 ടാൻ ഇൻവേഴ്സ് 0 0. ആൻസർ π/4. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവിടെ 2x വരെ 6x ആയിരുന്നു. നമ്മൾ എന്തെഴുതും? 6ൻ്റെ ഹാഫ് 3, 3യുടെ സ്ക്വയർ 9. ഇവിടെ +9, ഇവിടെ -9. എന്നിട്ട് നമ്മൾ 1 by x സ്ക്വയർ പ്ലസ് എ സ്ക്വയറോ എ സ്ക്വയർ മൈനസ് എ സ്ക്വയറോ ഏതാണോ ഫോം വരുന്നത് ആ ഫോർമുല അപ്ലൈ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 6. 1 by √1 minus e raised to 2x dx. e raised to 2x into e raised to minus 2x minus 1. e raised to 2xൻ്റെ റൂട്ട് വെളി വരുമ്പോൾ എന്താവും? e raised to x ആവും. അത് ന്യൂമറേറ്ററിൽ വരും e raised to minus x. e raised to minus 2xനെ നമുക്ക് എങ്ങനെ എഴുതാം? e raised to minus x the whole square. e raised to minus xന് t കൊടുക്കുക. എന്താവും? മൈനസ് ഇൻ്റഗ്രൽ 1 by √t സ്ക്വയർ മൈനസ് 1. 1നെ നമുക്ക് 1 സ്ക്വയർ എഴുതുമ്പോൾ ഇത് ഏത് ഫോമായി? 1 by √x സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോം. 1 by ഈ ഫോമാണ്. ലോഗ് മോഡ് എക്സ് പ്ലസ് √x സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. ഈ ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ടി, എയുടെ സ്ഥാനത്ത് 1. ആൻസർ മൈനസ് ലോഗ് മോഡ് ടി പ്ലസ് √t സ്ക്വയർ മൈനസ് 1 പ്ലസ് സി.
നമുക്ക് ടിക്ക് എന്ത് കൊടുക്കാം? e raised to minus x. അടുത്ത ക്വസ്റ്റ്യൻ മോഡുലസ് വന്നാൽ എന്ത് വരും? ക്വസ്റ്റ്യൻ നമ്പർ 7. ഇൻ്റഗ്രൽ -1 to 2 4x² ഇൻറ്റു mod x dx. മോഡിനകത്തൊരു ടേം ഉണ്ടെങ്കിൽ അത് 0 നിൽക്കുകയിട്ട് ചെയ്യുക. x is equal to 0. 0 ലൈസ് ബിറ്റ്വീൻ -1 and 2. നമുക്കിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. x is equal to 0. ആ നമ്പർ ഇവിടെ അപ്പർ ലിമിറ്റ്, ഇവിടെ ലോവർ ലിമിറ്റ് എഴുതുക. ഇവിടുത്തെ ലോവർ ലിമിറ്റ് ഇവിടെ എഴുതുക, ഈ അപ്പർ ലിമിറ്റ് ഇവിടെ എഴുതുക. -1 to 0 എന്ന് പറയുമ്പോൾ എക്സ് എന്താ? നെഗറ്റീവ്. നെഗറ്റീവിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താ? മൈനസ് ഓഫ് ദാറ്റ് നമ്പർ. ഇത് -4x³ ആവും. പോസിറ്റീവ് 0 to 2 എക്സ് പോസിറ്റീവ്. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. x raised to 4/4. 4 ക്യാൻസൽ. 0 -1 raised to 4 1. 2 raised to 4 16. -1 1 plus 6 7. Next question. Integral 2 to 4 x minus 2 into x minus 3 into x minus 4 dx. 2 to 4 x square minus 6x plus 8. ഞാൻ ഫസ്റ്റും തേർഡും കൂടെ ഇൻറ്റു ചെയ്യുന്നു. x square minus 6x. 6ൻ്റെ ഹാഫ് എത്ര? 3. 3യുടെ സ്ക്വയർ 9. ഇതിനെ 9 minus 1 എന്നങ്ങ് എഴുതാം. x minus 3 the whole square minus 1 ഇൻറ്റു നമുക്കിതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ എഴുതുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x minus 3 the whole cube minus x minus 3 dx. x minus 3 raised to 4/4. x minus 3 the whole square by 2. 2 to 4. 4 കൊടുക്കുമ്പോൾ 1 raised to 4 1. minus 4 minus 3 1. 1 square 1. 2 minus 3 -1. -1 raised to even positive 1. minus -1 square 1. 1/4 minus 1/2 minus 1/4. ആൻസർ 0. അപ്പോൾ അവിടെ 2 to 4 അതിൻ്റെ മിഡിൽ എന്താ? 3. അപ്പോൾ ആ x minus 3 നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ മിക്കവാറും 0 ആയിരിക്കും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇന്നലത്തെ ഹോംവർക്ക് പറയാം. ഇതിൻ്റെ ഹോംവർക്ക് ഒരു മിനിറ്റ്. y is equal to ഇന്നലത്തെ ഹോംവർക്കാണ്. y is equal to 1/1 plus x square. Find dy by dx. dy by dx equals 1/x. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? -1/x square ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 + 2x. ചെയിൻ റൂൾ. 1 + x square എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1/y minus of 1/y square. y square goes to numerator. -y square into 1 + 2x ആയിരുന്നു ആൻസർ.
നിങ്ങൾക്ക് ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസമായിട്ടുള്ള ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ചാപ്റ്റർ ഇടണം എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടൂടെ സമയമുണ്ട്, വേണമെങ്കിൽ ഇടാം. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇന്നിവിടെ നിർത്തുകയാണ്. നാളെ എക്സാം അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം നോക്കണമല്ലോ, ഫിസിക്സ് കെമിസ്ട്രി എല്ലാം. എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കുട്ടികൾക്കും കമൻറ്റ് ചെയ്ത കുട്ടികൾക്കും എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ.